നിങ്ങൾ കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം കളിക്കുന്നത് അർജന്റീനയും സ്പെയിനുമാണെന്ന്? എന്നാലല്ല. അവിടെ ഫുട്ബോളിന്റെ യുദ്ധം നടക്കാൻ പോകുന്നത് ഇസ്രായേലും പാലസ്തീനും തമ്മിലാണ്. ഈ ഒരു ചിന്താഗതി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? കാരണമുണ്ട് അങ്ങനെ തോന്നാൻ. അതായത് നമുക്കറിയാം, ഇസ്രായേൽ സയനിസ്റ്റ് രാജ്യം പാലസ്തീൻ എന്ന മണ്ണിലേക്ക് വരികയും അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കുകയും അയൽ രാജ്യങ്ങൾ മുഴുവൻ ആക്രമിക്കുകയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്ത രാജ്യം ഇസ്രായേൽ, അല്ലെ? ആ രാജ്യത്തിനെ അംഗീകരിക്കുന്ന, ആ രാജ്യത്തിന് സംസാരിക്കുന്ന ഒരു രാജ്യമാണ് അർജന്റീന. എന്തിനേറെ പറയണം, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അർജന്റീന ജയിച്ചേ മതിയാകൂ, ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞത്. അതായത് വേൾഡ് കപ്പിൽ അർജന്റീന ഫാൻസും അതുപോലെ തന്നെ പാലസ്തീന്റെയും ശത്രുവായി കാണുന്ന ആളുകളൊക്കെയും അർജന്റീനയ്ക്കൊപ്പവും ബാക്കിയുള്ള നല്ല മനുഷ്യരായിട്ടുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുകയും കൊല്ലപ്പെട്ടവരുടെ കൂടെ നിൽക്കുകയും അവരുടെ കണ്ണീരിനൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ, അവർ സ്പെയിനോടൊപ്പം ചേർന്ന് പാലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അതായത് ഹിഡൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ 2 ചേരികൾ തമ്മിലാണ് ഇനി നടക്കാൻ പോണ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം, ഫൈനൽ യുദ്ധം നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ, കേരളത്തിൽ കുറെ ആളുകളുണ്ട്. അവർക്ക് കാര്യമൊന്നും അറിയില്ല. അതായത് ഫുട്ബോൾ എന്താണെന്ന് അറിയില്ല, ഇസ്രായേൽ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല, സയനിസ്റ്റ് രാജ്യം എന്താണെന്ന് അറിയില്ല. അവർ പലസ്തീനിലേക്ക് കുടിയേറി പാർത്തിട്ട് അവിടെയുള്ള മക്കളെയും കുഞ്ഞുങ്ങളെയും അതുപോലെയുള്ള ആളുകളെയും കൊന്നൊടുക്കി ആ രാജ്യത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചതും അയൽ രാജ്യങ്ങളെ മുഴുവനും ആക്രമിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയില്ല. എങ്കിലും അവർ അർജന്റീനയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു കാരണം, ഇവർക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇവരുടെ മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇവർ കാണുന്ന ഇസ്രായേലിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് മാത്രം ഫുട്ബോൾ എന്താണെന്നറിയാത്ത, സയനിസ്റ്റ് എന്താണെന്നറിയാത്ത, ഇസ്രായേൽ എങ്ങനെ ഉണ്ടായെന്നറിയാത്ത, ഇവരുടെ തുടക്കം എന്താണെന്ന് അറിയാത്ത, ഒരു ചുക്കും അറിയാത്ത ആളുകൾ പോലും അർജന്റീനയെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പേരിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. ഈ കമന്റ് വായിച്ച് നോക്കിയാൽ മതി, ആരാ നമുക്ക് അറിയാൻ കഴിയും. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടം. പക്ഷേ അതിനകത്ത് ഫുട്ബോളിനകത്ത് ചിലർ പറയും രാഷ്ട്രീയമില്ല, രാജ്യങ്ങളില്ല, അല്ലെങ്കിൽ അതൊരു മത്സരം മാത്രമാണെന്ന് പറയും. ചുമ്മാതാണ്. വേൾഡ് കപ്പ് ഫുട്ബോളിൽ രാഷ്ട്രീയമുണ്ട്, പണമുണ്ട്, വർഗമുണ്ട്, വിവേചനമുണ്ട്, എല്ലാ കുന്ത്രാണ്ടങ്ങളും ഉള്ള ഒരു സംഭവമാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോ കാണാൻ കഴിയുന്നില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഫുട്ബോളായി കാണുന്നവർക്ക് അതൊരു നല്ല കലയുള്ള കളി മാത്രമാണ്. ഫുട്ബോളിനെ മറ്റൊന്നായി കാണുന്നവർക്ക് അതുമാണ് ഫുട്ബോൾ. നമ്മുടെ ഈ ലോകം നമ്മളെ എത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരമാണെങ്കിലും അതിലുപരി അതിൽ രാഷ്ട്രീയവും വർഗവും വിവേചനവും പദവും ഒക്കെ വരേണ്ടി വന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് ഈ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചതാണ് നമ്മളെല്ലാവരെയും. നമ്മൾ മനഃപൂർവ്വം ഇതിനു മുമ്പുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നും ഇങ്ങനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെ തന്നെയാണ്, 100% അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇതിൽ ചില ആളുകൾ ഉണ്ടാവും, നിഷ്പക്ഷരായി നിൽക്കുന്നവരുണ്ടാകും, ഫുട്ബോളിനെ യഥാർത്ഥ സ്നേഹിക്കുന്നവരുണ്ടാവും. അവരുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നോർമലായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിലൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാവുകയും അവരൊരു പക്ഷത്തേക്ക് ഇതിനോടകം തന്നെ കയറിയിട്ടും ഉണ്ടാകും. അവരുടെ മനസ്സിലുണ്ടാകും ഇന്ന ടീം ജയിക്കണം. പാലസ്തീന്റെ പതാക ഏന്തി പാലസ്തീൻ കുഞ്ഞുമക്കളോടൊപ്പം നിലകൊള്ളുന്ന സ്പെയിനിന്റെ ഏറ്റവും മികച്ച താരമായി നിൽക്കുന്ന ലാമിൻ യമാൽ, അദ്ദേഹം ഉൾപ്പെടുന്ന സ്പെയിൻ ടീം ജയിക്കാൻ കുറെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. മറ്റു കുറെ ആളുകൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജന്റീനയും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതിൽ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് നിഷ്പക്ഷരായി നിന്നുകൊണ്ട് ഇതിൽ ഒരു ടീമിനോടൊപ്പം ചേർന്നു അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മത്സരം മാത്രമായി കാണുന്ന ആളുകൾ കുറച്ചു പേരുണ്ട്, അവർ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം. ഞാനീ പറയുന്നത് ലോകത്തിൽ ചിന്തിക്കുന്ന 90% ആളുകളുടെ ചിന്താഗതിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക.